നിങ്ങളുടെ കുടവയറിനെ പരത്തിക്കളയാൻ പറ്റുന്നൊരു ഭക്ഷ്യവസ്തു എന്താണെന്നറിയോ? ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്മൂത്തികൾ ഉണ്ടാക്കുമ്പോഴോ ഇതിൻ്റെ ജ്യൂസായിട്ടൊക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ്. അത് ബെറീസാണ്. ഈ ബെറീസ് നമ്മൾ കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അത് പുതുതായിട്ട് കൊഴുപ്പ് ഉണ്ടാവുന്നത് തടയും എന്നുള്ളതാണ്. ഈ ബെറീസിൽ അടങ്ങിയിട്ടുള്ള ഇതിൻ്റെ ഡാർക്ക് കളർ നൽകുന്ന സംഭവം എന്താണ്? ആന്തോസയനിൻസ് ആണ്. ഈ ആന്തോസയനിനാണ് കൊഴുപ്പ് ഉണ്ടാവുന്നത് തടയുന്നതും നമ്മളുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ്, ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ഒരുപാട് ഏജിങ് പ്രോസസ്സുകൾ സംഭവിക്കുന്നത്, അത് ഹാൾട്ട് ചെയ്യപ്പെടുന്നതും. ചൈനയിൽ എലികളിലൊക്കെ നടത്തിയ പഠനങ്ങൾ ബോധിക്കുന്നത് ഈ ഒരു ബെറീസ് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നൽകിയപ്പം ആ എലികളിൽ 50% ഫാറ്റ് ഫോം ചെയ്യുന്നത് തടഞ്ഞു എന്നാണ്. അതുമാത്രമല്ല, ഈ ആന്തോസയാനിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിച്ചപ്പം നമ്മളറിയാം ഷുഗർ സെൻസിറ്റീവായിട്ടുള്ള ഇൻസുലിൻ്റെ നിയന്ത്രണവും ശരിയായ രീതിയിലായി എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മളിൽ ഉണ്ടാകുന്ന ബ്ലഡ് ഷുഗറിൻ്റെ ഫ്ലക്ച്വേഷൻ ഇല്ലാതായി എന്നുള്ളതാണ്. അതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു ഉപകാരം കൂടിയാണിത്. നമ്മുടെ പ്രമേഹത്തെ നിയന്ത്രണ വിധേയമാക്കുന്നു എന്നുള്ളത്. കൊഴുപ്പ് ഉണ്ടാവുന്നത് തടയാൻ വേണ്ടി മാത്രമല്ല, ഈ കൊഴുപ്പിനെ മെൽറ്റ് ചെയ്ത് കളയാൻ, എരിയിച്ച് കളയാനും ഈ ബെറീസിലെ ആന്തോസയാനിൻ സഹായിക്കുന്നുണ്ട്. ഈ ആന്തോസയാനിൻ എന്താ ചെയ്യാന്നറിയോ? ഇത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ നശിപ്പിച്ച് കളയുന്ന ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈമിനെ ധാരാളം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ലിപ്പേസിൻ്റെ പ്രൊഡക്ഷൻ കാണുമ്പോൾ ഒരുപാട് കൊഴുപ്പ് മെൽറ്റ് ചെയ്ത് പോവുകയും അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഒരു കുടവയർ കുറഞ്ഞു വരികയും ചെയ്യും. ഇപ്പം എൻ്റെ കുടവയറുണ്ട്, ചിലരൊക്കെ ചോദിക്കുന്നത് ഇയാൾക്ക് പരീക്ഷിച്ചിട്ട് പറഞ്ഞാൽ പോരെ. നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഷെയർ ചെയ്യുക. അതിൽ ചിലതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യും. ഒരുപാട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം കൂടി അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നല്ല. ഇതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ഒരുപാട് ഇൻഫർമേഷൻ അനുസരിച്ച് എൻ്റെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ പറ്റിയിട്ടുണ്ട്. 106 കിലോയിൽ നിന്ന് കുറച്ച് 73 എത്തിക്കാനും പിന്നെ അത് 85 തിരികെ പോയ സാഹചര്യത്തിൽ നിന്ന് വീണ്ടും ഒരു 80 എത്തിക്കാനൊക്കെ എന്നെ സഹായിച്ചത് ഇതുപോലുള്ള ഇൻഫർമേഷൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇൻഫർമേഷൻ ഇപ്പോൾ ക്ഷമിക്കുക. പറയുന്ന ആൾക്ക് ഇനിയും തടി കുറയാണ്ടല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കാതെ നമ്മളെല്ലാവരും ഇതെല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.